പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി ലോകം പ്രണയദിനം കെങ്കേമമായി ആഘോഷിക്കുന്നതിനിടെ ഇന്ത്യയുടെ മനസ്സിൽ കനൽ കോരിയിട്ട് പാക് പിന്തുണയുള്ള ഭീകരർ പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരുടെ ജീവനെടുത്ത ദിനം. 12-ാം ദിവസം തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. പാകിസ്ഥാനിലെ ബലാക്കോട്ടിലുള്ള ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേനയുടെ മിന്നലാക്രമണം. പാകിസ്ഥാന്റെ അത്യാധുനിക യുദ്ധവിമാനമായ അമേരിക്കൻ നിർമ്മിത F-16 ഉൾപ്പെടെ വീഴ്ത്തിയായിരുന്നു ഇന്ത്യയുടെ പടയോട്ടം. യുദ്ധവിമാനങ്ങളുടെ 4-ാം തലമുറയിൽപ്പെട്ട F-16 വിമാനത്തെ വീഴ്ത്തിയതാകട്ടെ ഇന്ത്യയുടെ പഴയ തലമുറ വിമാനമായ MiG-21 ബൈസൺ. അഭിനന്ദൻ വർദ്ധമാനിലെ ആ അഭിമാന പോരാട്ടം പ്രേക്ഷകർ ഇപ്പോഴും ഓർമ്മിക്കുന്നില്ലേ? അതിർത്തി കടന്നു വന്ന നമ്മളുടെ അഭിനന്ദൻ വർദ്ധമാൻ. പ്രതിരോധ രംഗത്ത് അതൊരു അത്ഭുതമാണ്. അങ്ങനെ ഒട്ടേറെ വീരചരിതമുണ്ട് MiG-21. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ INS വിക്രാന്തിനെ വട്ടമിട്ടു പറക്കുന്ന MiG-21നെയാണ്. സാങ്കേതികമായ ചില പരിമിതികളുള്ളതിനാൽ ഈ വിമാനവാഹിനി കപ്പലിൽ MiG-21 ഇറങ്ങാനാവില്ല. ഒരു പുരുഷായുസിന്റെ അധ്വാനമത്രയും രാജ്യത്തിന് സമർപ്പിച്ച MiG-21 അനിവാര്യമായ ആ വിടവാങ്ങലിന് ഒരുങ്ങുകയാണ്. 62 വർഷങ്ങൾ നീണ്ട സേവനത്തിനു ശേഷം MiG-21 വിമാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ വിടവാങ്ങലിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് അല്പം ചരിത്രമൊന്ന് കേൾക്കണം. 1960-കളിൽ അമേരിക്കൻ സൈനിക സഖ്യത്തിൽ പങ്കാളിയായ നമ്മുടെ അയൽപക്ക വൈരികളായ പാകിസ്ഥാന് ആധുനിക യുദ്ധവിമാനങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഇപ്പുറത്ത് ചൈനയും ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. അപകടം തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമ്മുടെ അടുത്ത സുഹൃത്തായ സോവിയറ്റ് യൂണിയനെ സമീപിച്ചു. അങ്ങനെ മികച്ചതും വില കുറഞ്ഞതുമായ MiG-21 സൂപ്പർസോണിക് വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറായി. 1962-ൽ 6 വിമാനങ്ങൾ കപ്പലിൽ മുംബൈയിലെത്തിയതോടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതിഹാസത്തിന് തുടക്കമായി. മിഗ് ഇതിഹാസം. മിഖായേൽ ആൻഡ് ഗുറേവിച്ച് എന്ന റഷ്യൻ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് കോർപ്പറേഷനാണ് മിഗ് വിമാനങ്ങൾ ഡിസൈൻ ചെയ്തത്. മിഖായേൽ ആൻഡ് ഗുറേവിച്ച് എന്നതിന്റെ ചുരുക്കപ്പേരാണ് മിഗ്. ലൈറ്റ് വെയ്റ്റ് ഇന്റർസെപ്റ്റർ ഫൈറ്റർ കാറ്റഗറിയിൽ പെട്ടതാണ് MiG-21. 1955-ലെ മറ്റൊരു പ്രണയദിനത്തിലാണ് MiG-21ന്റെ പ്രോട്ടോടൈപ്പ് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത്. ലളിതമായ രൂപകൽപ്പന, കുറഞ്ഞ ചെലവ്, അസാമാന്യമായ പ്രഹരശേഷി എന്നിവയാണ് MiG-21ന്റെ ഏറ്റവും പ്രധാന മികവ്. 4 മീറ്റർ ഉയരവും 12.2 മീറ്റർ നീളവുമുള്ള മിഗ് വിമാനത്തിന്റെ ചിറകിന്റെ വലിപ്പം 7.154 മീറ്ററാണ്. 5846 കിലോയാണ് ഭാരം. ആയുധങ്ങളും വൈമാനികരും ഉൾപ്പെടെ 8725 കിലോ ഭാരം വഹിക്കാൻ കഴിയും. മണിക്കൂറിൽ 2230 കിലോമീറ്ററാണ് പറക്കൽ വേഗം. ഒറ്റക്കുതിപ്പിൽ 1210 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. എയർ ടു എയർ, എയർ ടു സർഫസ് മിസൈലുകൾ വിക്ഷേപിക്കും. എവിടെയും ഏതിനും ഉപയോഗിക്കാമെന്നതും MiG-21ന്റെ വലിയ പ്രത്യേകതയാണ്. 8 വർഷത്തിന് ശേഷം 1963-ൽ ഇന്ത്യ ആദ്യ MiG-20 വിമാനങ്ങൾ സ്വന്തമാക്കി. അന്നു മുതൽ ഇന്നുവരെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായിരുന്നു MiG-21. സോവിയറ്റ് യൂണിയൻ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണ കൈമാറ്റവും ഇന്ത്യക്ക് നൽകി. വ്യോമസേനയുടെ ഭാഗമായ 900 MiG-21 വിമാനങ്ങളിൽ 657 എണ്ണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ്.
1971 ഡിസംബർ 3 രാത്രി ഇന്ത്യൻ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു. ബംഗ്ലാദേശ് വിമോചനത്തിലേക്ക് നയിച്ച 71 ഇന്ത്യ പാക് യുദ്ധത്തിന് അങ്ങനെ കാഹളമൊഴി. ഇന്ത്യൻ വ്യോമസേനയുടെ 3 MiG-21 സ്ക്വാഡ്രണുകൾ സജ്ജരായി. നമ്പർ 4 ഓറിയൽസ്, നമ്പർ 28 ഫസ്റ്റ് സൂപ്പർസോണിക്സ്, നമ്പർ 30 ചാർജിംഗ് റൈനോസ്. പടിഞ്ഞാറൻ അതിർത്തി 5 സ്ക്വാഡ്രണുകൾ കാവൽ നിന്നു. 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനിൽ വ്യോമമേധാവിത്വം സ്ഥാപിച്ചു. 13-ാം നാൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. MiG-21 കരുത്തിന് മുന്നിൽ തീർന്നില്ല. 1999 കാർഗിൽ യുദ്ധം, 2019 ബാലക്കോട്ട് ആക്രമണം, ഏറ്റവും ഒടുവിലത്തെ ഓപ്പറേഷൻ സിന്ദൂരിൽ വരെ നിർണായക പങ്കുവഹിച്ചത് MiG-21 ആണ്. നീണ്ട 6 പതിറ്റാണ്ട് കാലമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകാശം MiG-21 കാത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ MiG-21 വിരമിക്കുന്നത് എന്നല്ലേ? അതിന്റെ ഉത്തരം ലളിതമാണ്. പ്രായമായില്ലേ? സാങ്കേതിക തകരാറുകളും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയും കാരണം നിരവധി MiG-21 വിമാനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ അപകടങ്ങളിൽ ധാരാളം പൈലറ്റുമാരെയും നമുക്ക് നഷ്ടമായി. ഏതാണ്ട് 500-ലധികം അപകടങ്ങളിലായി 200 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. തുടർച്ചയായ അപകടങ്ങൾ പറക്കും ശവപ്പെട്ടി, വിഡോ മേക്കർ അഥവാ വിധവകളാക്കുന്ന വിമാനം എന്നീ ചീത്തപ്പേരുകൾ വരെ ഈ MiG-21 വഴിയൊരുക്കി. പ്രധാനമായും നേരിട്ടത് 2 പ്രശ്നങ്ങളാണ്. ഒന്നാമത്തത് 1970-കളിലെ സാങ്കേതിക വിദ്യയാണെന്നതും സ്പെയർ പാർട്ടുകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം രൂപപ്പെട്ടു എന്നതുമാണ് പ്രധാന പ്രതിസന്ധികളായത്. അപകടങ്ങൾ പതിവായതും നവീകരണവും പരിപാലനവും വലിയ വെല്ലുവിളിയായതോടെ സേന ഈ തീരുമാനം ഉറപ്പിച്ചു. MiG-21 ഇനി വിരമിക്കട്ടെ. ഒരു ഇതിഹാസ യുഗത്തിന്റെ അവസാനമാണ് അടയാളപ്പെടുത്തുന്നത്. ആധുനിക വ്യോമയാന സാങ്കേതിക വിദ്യയുടെ വേഗതയോടും കൃത്യതയോടും കിടപിടിക്കാൻ MiG-21 ഇപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ചരിത്രത്തിൽ MiG-21 സ്ഥാനം എന്നും നിലനിൽക്കും. നിരവധി യുദ്ധവിജയങ്ങൾക്കും സേവനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച MiG-21 ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ എന്നും ഒരു പോരാളിയായി നിലനിൽക്കും. ബിഗ് സല്യൂട്ട് MiG-21. MiG-21 ഒഴിച്ചിടുന്ന വിടവിലേക്ക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് പോർ വിമാനങ്ങളും പുതിയ റഫാൽ വിമാനങ്ങളും ഉൾപ്പെടുത്താനാണ് സൈന്യത്തിന്റെ തീരുമാനം. Once again, big salute to MiG-21.